വർഷങ്ങൾ അതിവേഗം പിന്നിട്ടു. നഗരത്തിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിപ്പോൺ ഇന്നോവേഷൻസ് ഇന്ത്യ എന്ന ബോർഡ് പ്രൗഢിയോടെ തിളങ്ങി നിന്നു. അഞ്ജലി ഇപ്പോൾ ആ വലിയ സാമ്രാജ്യത്തിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. വെറുമൊരു ഡാറ്റ അനലിസ്റ്റിൽ നിന്നും തന്റെ അപാരമായ കഴിവും സത്യസന്ധതയും കൊണ്ട് അവൾ വെട്ടിപ്പിടിച്ചതാണ് ഈ സ്ഥാനം. അവളുടെ നേതൃത്വത്തിൽ കമ്പനി ഇന്ത്യയിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത്. എന്നാൽ അവളുടെ ഏറ്റവും വലിയ വിജയം സാമ്പത്തിക നേട്ടങ്ങളായിരുന്നില്ല, മറിച്ച് അവൾ അവിടെ സൃഷ്ടിച്ചെടുത്ത പുതിയൊരു തൊഴിൽ സംസ്കാരമായിരുന്നു. ഭയത്തിന്റെയോ അധികാരത്തിന്റെയോ മുകളിലല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിത്തറയിലാണ് ആ കമ്പനി നിലനിന്നിരുന്നത്. അന്നും നഗരത്തിൽ കനത്ത മഴയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതം മാറ്റിമറിച്ച ആ കറുത്ത ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന അതേപോലൊരു പ്രഭാതം. നിപ്പോൺ ഇന്നോവേഷൻസിന്റെ പ്രധാന ഒരു ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. സിംഗപ്പൂരിൽ നിന്നുള്ള പ്രതിനിധികൾ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അഞ്ജലി മീറ്റിംഗ് ഹാളിലെ തന്റെ കസേരയിൽ ശാന്തമായി ഇരുന്നു. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ഒരാൾ ഒഴികെ. പ്രൊജക്ട് പ്രസന്റേഷൻ അവതരിപ്പിക്കേണ്ട ജൂനിയർ എക്സിക്യൂട്ടീവ് മായ ഇതുവരെ എത്തിയിരുന്നില്ല. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഹാളിൽ നേരിയൊരു നിശബ്ദത പരന്നു. സിംഗപ്പൂരിൽ നിന്നുള്ള പ്രതിനിധികൾ വാച്ചിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കൃത്യം 10:15 കോൺഫറൻസ് ഹാളിന്റെ ഗ്ലാസ് വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. മഴ നനഞ്ഞു കുതിർന്ന് ശ്വാസം കിതച്ചുകൊണ്ട് മായ അകത്തേക്ക് കയറി വന്നു. അവളുടെ മുഖത്ത് ഭയവും പരിഭ്രാന്തിയും നേളിച്ചിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ഫയലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അഞ്ജലിയുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് പാഞ്ഞു. അന്ന് വിക്രം സിംഘാനിയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ അപമാനഭാരത്താൽ തലകുനിച്ചു നിന്ന തന്റെ തന്നെ മുഖമാണ് അവൾ മായയിൽ കണ്ടത്. മായയുടെ കണ്ണുകളിൽ അന്നത്തെ തന്റെ അതേ ഭയമായിരുന്നു. തന്നെ ഇപ്പോൾ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുമെന്നും മായ ഉറപ്പിച്ചിരുന്നു. മായ പതുക്കെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സോറി മാം, ഐ ആം റിയലി സോറി. മഴ കാരണം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. മാത്രമല്ല എന്റെ മകൾക്ക് രാവിലെ മുതൽ കടുത്ത പനിയായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് വരികയാണ്. അവളുടെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു. മുറിയിൽ പൂർണ്ണ നിശബ്ദത. എല്ലാവരും അഞ്ജലിയുടെ പ്രതികരണത്തിനായി കാത്തു നിൽക്കുകയാണ്. കോർപ്പറേറ്റ് ലോകത്തെ പതിവുകൾ വെച്ച് നോക്കിയാൽ ഇത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗിൽ വൈകി വന്നതിന് ഒരു വലിയ ശാസന മായയ്ക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ അഞ്ജലി തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ പതുക്കെ നടന്ന് മായയുടെ അടുത്തേക്ക് ചെന്നു. മായ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. പക്ഷെ അഞ്ജലി കോപിക്കുന്നതിന് പകരം മേശപ്പുറത്തിരുന്ന ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം പകർന്ന് മായയുടെ നേരെ നീട്ടി. റിലാക്സ് മായ, ആദ്യം ഈ വെള്ളം കുടിക്കൂ. അഞ്ജലിയുടെ ശബ്ദത്തിൽ ഒരു ചേച്ചിയുടെ വാത്സല്യമായിരുന്നു ഉണ്ടായിരുന്നത്. മായ അവിശ്വസനീയതയോടെ അഞ്ജലിയെ നോക്കി. കുട്ടിയുടെ പനി ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? അഞ്ജലി വളരെ കരുതലോടെ ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട് മാം, എന്റെ അമ്മ കൂടെയുണ്ട്. മായ വിറയലോടെ മറുപടി നൽകി. ഗുഡ്. കുടുംബമാണ് എപ്പോഴും നമ്മുടെ ആദ്യത്തെ മുൻഗണന. അതിനുശേഷമേ ജോലിയും മീറ്റിങ്ങുകളും ഒക്കെ വരുന്നുള്ളൂ. ട്രാഫിക് ബ്ലോക്ക് മഴയും ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഒരു 10 മിനിറ്റ് വൈകിയത് കൊണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. മായ പോയി ഒന്ന് ഫ്രഷ് ആയി വരും, എന്നിട്ട് സമാധാനമായി നമുക്ക് പ്രസന്റേഷൻ തുടങ്ങാം. അഞ്ജലിയുടെ ആ വാക്കുകൾ മായയുടെ മാത്രമല്ല അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്കാണ് പതിച്ചത്. പ്രതിനിധികൾ പോലും ആദരവോടെ അഞ്ജലിയെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മായ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പ്രസന്റേഷൻ അവതരിപ്പിച്ചു. മീറ്റിംഗ് വലിയൊരു വിജയമായി മാറി. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയ ശേഷം അഞ്ജലി തന്റെ ക്യാബിലെ വലിയ ഗ്ലാസ് ജനാലിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി നിന്നു. അവളുടെ ചുണ്ടിൽ വലിയൊരു സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു. താൻ അന്ന് കടന്നുപോയ വേദനയും അപമാനവും തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിക്രം സിംഘാനിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് തന്റെ ആദ്യത്തെ വിജയമായിരുന്നെങ്കിൽ അയാളെ പ്രതിനിധീകരിച്ചിരുന്ന ആ വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞതാണ് തന്റെ യഥാർത്ഥ വിജയമെന്ന് അവൾ ഇപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. പ്രതികാരം എന്നാൽ നമ്മളെ ദ്രോഹിച്ചവരെ പോലെ തന്നെ ക്രൂരമാവുക എന്നല്ല, മറിച്ച് അവർ സൃഷ്ടിച്ച ആ മോശം വ്യവസ്ഥിതിയെ തിരുത്തി കുറിക്കുക എന്നതാണ്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത അവളുടെ ഓർമ്മയിൽ വന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ വിക്രം സിംഘാനിയ ഇന്നൊരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സാധാരണ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. അയാളുടെ അഹങ്കാരവും കോടികളുടെ സാമ്രാജ്യവും എന്നേക്കുമായി തകർന്നടിഞ്ഞു. ഒരിക്കൽ സമയത്തിന്റെ പേരിൽ മറ്റുള്ളവരെ അപമാനിച്ച അയാൾ ഇന്ന് സ്വന്തം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സമയം തികയാതെ നെട്ടോട്ടം മൂടുകയാണ്. അഹങ്കാരത്തിന്റെ ആയുസ് വളരെ ചെറുതാണെന്ന് കാലം അയാളെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അഞ്ജലി മേശപ്പുറത്തിരുന്ന തന്റെ കുടുംബത്തിന്റെ പുതിയൊരു ഫോട്ടോയിലേക്ക് നോക്കി. പഴയ പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും നാളുകൾ ഇന്നില്ല. അച്ഛന്റെ മുഖത്ത് വലിയൊരു ആശ്വാസമുണ്ട്. അനുജത്തി അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ഉയർന്ന പഠനത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുന്നു. എല്ലാം ആ ഒറ്റ ദിവസത്തെ തീരുമാനത്തിന്റെ ബാക്കി പത്രമാണ്. അപമാനത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ തന്റെ ആത്മാഭിമാനത്തെ മുറുകെ പിടിച്ച ആ തീരുമാനത്തിന്റെ വിജയം. പുറത്ത് മഴ തോർന്നിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം നഗരത്തിലേക്ക് വീണ്ടും ഒഴുകിയിറങ്ങി. ആ പ്രകാശത്തിന് ഇപ്പോൾ പുതിയൊരു തുടക്കത്തിന്റെ പ്രതീക്ഷയുടെ നിറമുണ്ടായിരുന്നു.
തിളങ്ങുന്ന ആ വെളിച്ചത്തിലേക്ക് നോക്കി തന്റെ ജീവിതം നൽകിയ പാഠങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഞ്ജലി പുതിയ ഫയലുകൾ തുറന്നു. ഇത് അവളുടെ സാമ്രാജ്യമാണ്. സ്നേഹവും ബഹുമാനവും മനുഷ്യത്വവും വാഴുന്ന പുതിയ സാമ്രാജ്യം. വിജയം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് കൂടുതൽ വലിയൊരു യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണെന്ന് അഞ്ജലിക്ക് അറിയാമായിരുന്നു. നിപ്പോൺ ഇന്നോവേഷൻസിന്റെ തലപ്പത്ത് കഴിഞ്ഞ വർഷങ്ങളായി അവൾ നടത്തിയ യാത്ര ഒരു സ്വപ്നം പോലെയാണ് കടന്നുപോയത്. കമ്പനിയുടെ ലാഭം കുതിച്ചുയർന്നു, ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയായി. എന്നാൽ ശാന്തമായ സമുദ്രം പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റിന് വഴിമാറുന്നത് പോലെ അവളുടെ കോർപ്പറേറ്റ് ജീവിതത്തിലേക്ക് പുതിയൊരു പ്രതിസന്ധി കടന്നു വരികയായിരുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടി. അഞ്ജലി, ഇതൊരു സാധാരണ തോൽവിയല്ല. നമ്മുടെ കൊട്ടേഷൻ തുക കൃത്യമായി ചോർന്നിരിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അഞ്ജലിയുടെ ക്യാബിലേക്ക് ധൃതിയിൽ കടന്നു വന്നുകൊണ്ട് നേഹ പറഞ്ഞു. നേഹ ഇപ്പോൾ കമ്പനിയുടെ സീനിയർ സ്ട്രാറ്റജിക് മാനേജർ ആണ്. പഴയ കമ്പനിയിൽ നിന്നും അഞ്ജലി തനിക്കൊപ്പം കൂട്ടിയ വിശ്വസ്തയായ സുഹൃത്ത്. അവളുടെ കയ്യിലിരുന്ന ഐപാഡിലെ ചുവന്ന ഗ്രാഫുകളിലേക്ക് അഞ്ജലി കണ്ണോടിച്ചു. നിപ്പോൺ ഇന്നോവേഷൻസ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രൊജക്ട് ഇന്ദ്രപ്രസ്ഥ എന്ന കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു ഡാറ്റാ സെന്റർ കോൺട്രാക്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച IT കമ്പനികൾ മത്സരിച്ച ആ ലേലത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി വാൻഗാർഡ് ഡൈനാമിക്സ് എന്നൊരു പുതിയ കമ്പനിയാണ് കരാർ സ്വന്തമാക്കിയത്. നമ്മൾ സമർപ്പിച്ച തുകയേക്കാൾ കൃത്യം 0.5% കുറവാണ് വാൻഗാർഡ് ക്വാഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ഡിസൈൻ, ബ്ലൂ പ്രിന്റ് എല്ലാം അതേപടി പകർത്തിയതുപോലെ. കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ആരോ വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട് നേഹ. അഞ്ജലിയുടെ ശബ്ദം ഗൗരവപൂർണമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്ക നിഴലിച്ചു. പുറത്ത് സായാഹ്ന സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. നഗരത്തിലെ വലിയ കെട്ടിടങ്ങളെ നിഴലുകൾ താഴേക്ക് നീണ്ടു വീണു. തന്റെ കമ്പനിയുടെ സുരക്ഷിതത്വത്തിൽ അഞ്ജലിക്ക് വലിയ വിശ്വാസമായിരുന്നു. ജീവനക്കാരെ സ്വന്തം കുടുംബം പോലെയാണ് അവൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നൊരു ചതി അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആരാണ് ഈ വാൻഗാർഡ് ഡൈനാമിക്സ്? കഴിഞ്ഞ വർഷങ്ങളിലെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അഞ്ജലി കസേരയിലേക്ക് ചാരിയിരുന്ന് ചോദിച്ചു. അവിടെയാണ് ഏറ്റവും വലിയ ദുരൂഹത. നേഹ ഐപാഡിലെ മറ്റൊരു ഫയൽ തുറന്നു. വെറും 6 മാസം മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണിത്. ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉള്ളവരെല്ലാം ബിനാമികളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇതിന് പിന്നിൽ വലിയൊരു അദൃശ്യ ശക്തിയുണ്ട്. വൻകിട കോർപ്പറേറ്റ് ഫണ്ടിംഗ് ഇല്ലാതെ ഇത്രയും വലിയൊരു ഗവൺമെന്റ് പ്രൊജക്ട് അവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. അഞ്ജലി ഇന്റർകോം എടുത്ത് IT വിഭാഗത്തിലേക്ക് വിളിച്ചു. മിനിറ്റുകൾക്കകം മായ ക്യാബിനിലേക്ക് എത്തി. പഴയ ആ ഭയന്നോടുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് അല്ല ഇന്ന് മായ. കമ്പനിയുടെ ഏറ്റവും മികച്ച സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുകളിൽ ഒരാളാണ്. അഞ്ജലി നൽകിയ സ്നേഹവും പിന്തുണയും അവളെ കൂടുതൽ മിടുക്കിയാക്കി മാറ്റിയിരുന്നു. മായ, എനിക്ക് വാൻഗാർഡ് ഡൈനാമിക്സിന്റെ മുഴുവൻ ഡിജിറ്റൽ ഫുട് പ്രിന്റും വേണം. അവരുടെ സെർവർ ലൊക്കേഷൻസ്, ഫണ്ടിംഗ് സോഴ്സ്, ഡയറക്ടർമാരുടെ കോൾ റെക്കോർഡുകൾ എല്ലാം. നമ്മൾ അറിയാതെ നമ്മുടെ കമ്പനിക്കുള്ളിൽ ഒരു എലി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് ആരാണെന്നും എവിടേക്കാണ് വിവരങ്ങൾ പോകുന്നതെന്നും എനിക്ക് കണ്ടുപിടിക്കണം. അഞ്ജലി നിർദ്ദേശം നൽകി. യെസ് മാം, ഞാൻ ഇപ്പോൾ തന്നെ വർക്ക് തുടങ്ങാം. മായ ഉറപ്പോടെ മറുപടി നൽകി പുറത്തേക്ക് പോയി. രാത്രി ഏറെ വൈകിട്ടും അഞ്ജലി ഓഫീസിൽ തന്നെ തുടർന്നു. വാൻഗാർഡ് കമ്പനിയുടെ പ്രൊഫൈൽ അവൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. അവരുടെ ലോഗോ, വെബ്സൈറ്റിലെ ഡിസൈൻ, വാക്കുകളുടെ പ്രയോഗം, എവിടെയൊക്കെയോ ഒരു വല്ലാത്ത സാമ്യം. തനിക്ക് വളരെ അടുത്തറിയാവുന്ന ആരോ ഇതിന് പിന്നിലുണ്ടെന്ന ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ ശക്തമായി. പക്ഷെ ആരായിരിക്കും അത്? പിറ്റേന്ന് ഉച്ചയോടെ മായ ഒരു എൻക്രിപ്റ്റഡ് പെൻഡ്രൈവുമായി അഞ്ജലിയുടെ മുന്നിലെത്തി. മായയുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. മാം, ഞാൻ വാൻഗാർഡിന്റെ ഫയലുകൾ ഡീക്രിപ്റ്റ് ചെയ്തു. അവർക്ക് ദുബായിൽ നിന്നുള്ള ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ നിന്നാണ് പണം വരുന്നത്. എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മായ പെൻഡ്രൈവ് അഞ്ജലിയുടെ ലാപ്ടോപ്പിലേക്ക് കുത്തി. അവരുടെ IP അഡ്രസ്സുകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഡൽഹിയിലെ ഒരു രഹസ്യ ലൊക്കേഷനിൽ വെച്ച് അവരുടെ കോർ ടീം നടത്തുന്ന ചില മീറ്റിംഗുകളുടെ CCTV ഫുട്ടേജ് എനിക്ക് കിട്ടി. അതിൽ അവരുടെ മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കപ്പെടുന്ന സ്ട്രാറ്റജിക് അഡ്വൈസറുടെ മുഖം വ്യക്തമാണ്. അഞ്ജലി സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. കറുപ്പും വെളുപ്പും കലർന്ന ആ CCTV ദൃശ്യത്തിൽ വലിയൊരു സ്ക്രീനിന് മുന്നിൽ 5-6 പേർ ഇരിക്കുന്നുണ്ട്. അവർക്ക് മുന്നിലായി ഒരാൾ പ്രസന്റേഷൻ നടത്തുകയാണ്. ക്യാമറ സൂം ചെയ്തപ്പോൾ അയാളുടെ മുഖം വ്യക്തമായി. അഞ്ജലിയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. അവളുടെ വിരലുകൾ അറിയാതെ മേശപ്പുറത്ത് മുറുകി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. നേഹയും അവിശ്വസനീയതയോടെ ആ സ്ക്രീനിലേക്ക് നോക്കി നിന്നു. അത് വിക്രം സിംഘാനിയ ആയിരുന്നു. ജയിൽവാസവും അവഗണനയും അയാളുടെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മുടിയിൽ നര വീണിരിക്കുന്നു. മുഖത്ത് പഴയ തിളക്കമില്ല. താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. എന്നാൽ ആ കണ്ണുകളിലെ ക്രൂരതയും അഹങ്കാരവും കൂടുതൽ തീവ്രമായിരിക്കുന്നതായി അഞ്ജലിക്ക് തോന്നി. പത്രവാർത്തകളിൽ കണ്ടതുപോലെ അയാൾ ഒരു ചെറിയ സൂപ്പർവൈസറായി ഒതുങ്ങിക്കൂടുകയായിരുന്നില്ല. മറിച്ച് വാൻഗാർഡ് ഡൈനാമിക്സ് എന്ന മുഖംമൂടി അണിഞ്ഞ് അയാൾ ഇരുളിൽ നിന്നും തന്റെ പഴയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. തന്റെ തകർച്ചയ്ക്ക് കാരണക്കാരിയായ അഞ്ജലിയെയും അവൾ ജോലി ചെയ്യുന്ന പുതിയ കമ്പനിയെയും ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് അയാളുടെ ലക്ഷ്യമെന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അയാളുടെ ലക്ഷ്യം കോൺട്രാക്റ്റുകൾ മാത്രമല്ല നേഹ. അഞ്ജലി ദീർഘമായി ശ്വാസമെടുത്ത് പറഞ്ഞു. അവളുടെ ശബ്ദത്തിലെ നടുക്കം പെട്ടെന്ന് തന്നെ ദൃഢനിശ്ചയത്തിന് വഴിമാറി. അയാളുടെ ലക്ഷ്യം ഞാൻ കൂടിയാണ്. നിപ്പോൺ ഇന്നോവേഷൻസിനെ തകർത്ത് എന്നെ വീണ്ടും പഴയതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയാൻ അയാൾ തിരികെ വന്നിരിക്കുകയാണ്.
നമ്മുടെ കോൺട്രാക്ട് ചോർന്നത് യാദൃശ്ചികമല്ല. വിക്രം തന്റെ സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ കമ്പനിക്കുള്ളിൽ ഒരു ചാരനെ വിലക്കെടുത്തിട്ടുണ്ട്. കാലം വീണ്ടും മറ്റൊരു യുദ്ധത്തിനായി കളമൊരുക്കുകയായിരുന്നു. പഴയ ശത്രു പുതിയ ആയുധങ്ങളുമായി അദൃശ്യനായി മുന്നിലുണ്ട്. ഇനി ഒളിച്ചുകളിയില്ല. ഒരു കോർപ്പറേറ്റ് യുദ്ധത്തിന്റെ അണിയറ ഒരുങ്ങിക്കഴിഞ്ഞു. അഞ്ജലി തന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. കൊടുങ്കാറ്റിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന ഒരു കപ്പിത്താനെ പോലെ അവളുടെ മുഖത്ത് വീണ്ടും അതേ തണുത്ത കോപം നിറഞ്ഞു. വിക്രം സിംഘാനിയെ ഒരിക്കൽ കൂടി ഇത്തവണ എന്നേക്കുമായി വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ അവളുടെ മനസ്സിൽ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ടോക്കിയോയിലെ നിപ്പോൺ ഇന്നോവേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കുള്ള വീഡിയോ കോൺഫറൻസ് സ്ക്രീനിൽ മിസ്റ്റർ ഹിരോഷി തനകയുടെ മുഖം തെളിഞ്ഞു. ഗൗരവ പ്രകൃതിയായ ആ ജാപ്പനീസ് വ്യവസായിയുടെ മുഖത്ത് അല്പം ഉത്കണ്ഠ നിഴലിച്ചിരുന്നു. സ്ക്രീനിന് മുൻപിലിരിക്കുന്ന അഞ്ജലിയുടെ മുഖത്ത് കുറ്റബോധം ഉണ്ടായിരുന്നു. തന്നിൽ അർപ്പിച്ച വലിയൊരു വിശ്വാസത്തിന് മങ്ങലേറ്റതുപോലെ അവൾക്ക് തോന്നി. മിസ്റ്റർ തനക, പ്രോജക്ട് ഇന്ദ്രപ്രസ്ഥ കോൺട്രാക്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം നമ്മുടെ ഡിസൈനുകളും സ്ട്രാറ്റജിയും കൃത്യമായി ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇതിന് പിന്നിൽ വാൻഗാർഡ് ഡൈനാമിക്സ് എന്ന കമ്പനിയാണ്. അവരുടെ പിന്നിൽ വിക്രം സിംഘാനിയെയും. അഞ്ജലി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. തനകയുടെ നെറ്റി ചുളിഞ്ഞു. വിക്രം സിംഘാനിയ? വർഷങ്ങൾക്ക് മുൻപ് നാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അതേ വ്യക്തി. അഞ്ജലി, ഇത് ചെറിയൊരു കാര്യമല്ല. നിപ്പോൺ ഇന്നോവേഷൻസ് ഇന്ത്യയിൽ ആരംഭിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ നടത്തിയത്. അന്ന് നിങ്ങളെ ഈ ബ്രാഞ്ചിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ഞാൻ നിയമിച്ചത് നിങ്ങളുടെ കഴിവിൽ മാത്രമല്ല, നിങ്ങളുടെ സത്യസന്ധതയിൽ എനിക്കുണ്ടായിരുന്ന അപാരമായ വിശ്വാസം കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. എനിക്കറിയാം സാർ. അഞ്ജലി തലകുലുക്കി. ഈ കമ്പനി എന്റെ സ്വന്തമല്ലായിരിക്കാം, പക്ഷെ അങ്ങ് എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്ക് സ്വന്തമാണ്. വിക്രം സിംഘാനിയ എന്നെ വ്യക്തിപരമായി തകർക്കാൻ വേണ്ടി ഞാൻ നയിക്കുന്ന ഈ കമ്പനിയെ കരുവാക്കുകയാണ്. ഇതിന് ഞാൻ പരിഹാരം കണ്ടിരിക്കും. നമ്മുടെ കോർ കമ്മിറ്റിയിലെ ആരോ ആണ് ഈ വിവരങ്ങൾ ചോർത്തുന്നത്. എനിക്ക് കുറച്ച് സമയം നൽകണം. തനകയുടെ മുഖത്ത് നേരിയൊരു പുഞ്ചിരി മിന്നിമറഞ്ഞു. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് അഞ്ജലി. യു ഹാവ് മൈ ഫുൾ സപ്പോർട്ട്. ആ ചതിയെ കണ്ടുപിടിക്കുക. സ്ക്രീൻ ഓഫായി. അഞ്ജലി ദീർഘമായി നിശ്വസിച്ചു. സ്വന്തം കമ്പനിയല്ലെങ്കിലും തന്റെ രക്തവും വിയർപ്പും നൽകി പടുത്തുയർത്തിയ ഈ ഇന്ത്യൻ ബ്രാഞ്ചിനെ തകർക്കാൻ വിക്രമിനെ അവൾ അനുവദിക്കില്ല. അവൾ ഇന്റർകോമിലൂടെ നേഹയെയും IT വിദഗ്ധയായ മായയെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നമ്മുടെ കമ്പനിക്കുള്ളിലെ ചാരനെ കണ്ടുപിടിക്കാൻ സമയമായി. അതിനായി കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും പഴയതും എന്നാൽ ഫലപ്രദവുമായ ഒരു തന്ത്രം നമ്മൾ പയറ്റാൻ പോവുകയാണ്. കാനറി ട്രാപ്പ്. അഞ്ജലി പറഞ്ഞു തുടങ്ങി. എന്താണ് പ്ലാൻ അഞ്ജലി? നേഹ ആകാംക്ഷയോട് ചോദിച്ചു. വളരെ ലളിതം. നമ്മൾ പുതിയൊരു വ്യാജ പ്രൊഡക്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നു. പ്രൊജക്ട് സഞ്ജീവനി. യൂറോപ്പിലെ ഒരു വലിയ മെഡിക്കൽ റിസർച്ച് സ്ഥാപനവുമായി ചേർത്ത് നിപ്പോൺ ഇന്നോവേഷൻസ് ചെയ്യാൻ പോകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ നിർണായകമായ ഒരു AI ഹെൽത്ത് കെയർ പ്രൊജക്ട്. ഈ പ്രൊജക്ടിന്റെ ഫയലുകൾ കമ്പനിയിലെ 3 പ്രധാനികൾക്ക് മാത്രം ഞാൻ കൈമാറും. VP ഓപ്പറേഷൻസ് ആയ സമീർ, ഫിനാൻസ് ഹെഡായ കാർത്തിക്, ലീഗൽ ഹെഡായ ഋതു. ഇവർ 3 പേരിലൂടെയാണ് ഇന്ദ്രപ്രസ്ഥയുടെ ഫയലുകളും കടന്നുപോയത്. മായ ഇടപെട്ടു. അപ്പോ മാം, ഇവർ 3 പേർക്കും ഒരേ ഫയലാണോ കൊടുക്കുന്നത്? അല്ല മായ, അവിടെയാണ് നിന്റെ റോൾ. ഈ പ്രൊജക്ടിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും 3 പേർക്കും നൽകുന്ന ഫയലുകളുടെ പ്രധാനപ്പെട്ട ചില സാമ്പത്തിക കണക്കുകളും കോഡുകളും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് സമീറിന് നൽകുന്ന ഫയലിൽ ലാഭവിഹിതം 18% കാർത്തിക്കിന്റേതിൽ അത് 19%, ഋതുവിന്റേതിൽ 20% ആയിരിക്കും. അതുകൂടാതെ ഫയലിലെ പ്രോഗ്രാമിംഗ് സ്ക്രിപ്റ്റിൽ ഇനി വളരെ രഹസ്യമായി ചെറിയ ഡിജിറ്റൽ വാട്ടർമാർക്കുകൾ ഒളിപ്പിച്ചു വെക്കണം. അഞ്ജലിയുടെ കണ്ണുകൾ തിളങ്ങി. നേഹയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് വിക്രമിന് ഈ പുതിയ പ്രൊജക്ടിന്റെ വിവരം ലഭിക്കുമ്പോൾ അയാൾക്ക് കിട്ടിയ ആ ചോർന്ന രേഖയിലെ കണക്കുകൾ ഏതാണെന്ന് നോക്കിയാൽ ആരാണ് ആ രേഖ ചോർത്തി നൽകിയതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ബ്രില്യൻ. അന്ന് വൈകുന്നേരം തന്നെ അഞ്ജലി ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ച് ഈ വ്യാജ പ്രൊജക്ടിനെ കുറിച്ച് 3 പേരെയും അറിയിച്ച് വളരെ കോൺഫിഡൻഷ്യൽ ആയ പ്രൊജക്ട് ആണെന്നും പുറത്ത് ആരും അറിയരുതെന്നും പ്രത്യേക നിർദ്ദേശം നൽകി. മായ തയ്യാറാക്കിയ 3 വ്യത്യസ്ത ഫയലുകൾ അവർക്ക് കൈമാറി. തുടർന്നുള്ള ദിവസങ്ങൾ ആകാംക്ഷയുടേതായിരുന്നു. മായയുടെ IT ടീം രാപ്പകലില്ലാതെ കമ്പനിയുടെ നെറ്റ്വർക്കുകൾ നിരീക്ഷിച്ചു. വിക്രമിന്റെ ദുബായിലെ ബിനാമി സെർവറിലേക്ക് എവിടെ നിന്നാണ് ഡാറ്റ പോകുന്നതെന്ന് കണ്ടെത്താനായിരുന്നു ആ ശ്രമം. 3-ാം ദിവസം അർദ്ധരാത്രി മായയുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു റെഡ് അലർട്ട് മിന്നി തെളിഞ്ഞു. കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലിയും നേഹയും ഞെട്ടിയുണർന്നു. മാം, വി ഗോട്ട് ഇറ്റ്. നമ്മുടെ കമ്പനിയുടെ ഗസ്റ്റ് വൈഫൈ ഉപയോഗിച്ച് VPN വഴി ദുബായിലെ ആ സെർവറിലേക്ക് ഒരു എൻക്രിപ്റ്റഡ് ഫയൽ പോയിട്ടുണ്ട്. ഞാൻ ആ ഫയലിന്റെ ഡിജിറ്റൽ വാട്ടർമാർക്ക് ഡീകോഡ് ചെയ്തു. മായയുടെ വിരലുകൾ കീബോർഡിൽ അതിവേഗം ചലിച്ചു. സ്ക്രീനിൽ ഫയൽ ഓപ്പണായി. അതിൽ പ്രൊജക്ടിന്റെ ലാഭവിഹിതം രേഖപ്പെടുത്തിയിരുന്നത് 18% എന്നായിരുന്നു. അഞ്ജലിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. 18% രേഖപ്പെടുത്തിയ ഫയൽ അവൾ നൽകിയത് VP ഓപ്പറേഷൻസ് ആയ സമീറിനാണ്. തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച, താൻ പൂർണ്ണമായും വിശ്വസിച്ച, സിംഗപ്പൂരിൽ നിന്ന് താൻ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത് ജോലിക്കെടുത്ത സമീർ. വിക്രമിന്റെ പണത്തിന് മുന്നിൽ അയാളും വീണു പോയിരിക്കുന്നു. നേഹ ദേഷ്യം കൊണ്ട് വിറച്ചു. അഞ്ജലി, ഞാൻ ഇപ്പോൾ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ച് അവനെ പിടിച്ച് പുറത്താക്കാം. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. നേഹ ഫോൺ എടുക്കാൻ തുനിഞ്ഞു. വേണ്ട നേഹ. അഞ്ജലി അവളെ തടഞ്ഞു.
അവളുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നെങ്കിലും അതിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. സമീറിനെ ഇപ്പോൾ നമ്മൾ പുറത്താക്കിയാൽ വിക്രം മറ്റൊരു വഴിയുണ്ടാക്കും. സമീർ ഒരു ചാരനാണെന്ന് അവർ അറിയരുത്. അവനെ വെച്ച് തന്നെ വിക്രമിന് ഞാൻ ഒരു കെണിയൊരുക്കും. വിക്രം സിംഘാനിയയുടെ ശവക്കുഴി തോണ്ടാൻ പോകുന്നതും ഇതേ സമയം തന്നെയായിരിക്കും. അഞ്ജലിയുടെ ചുണ്ടിൽ പ്രതികാരത്തിന്റെ ഒരു മന്ദഹാസം വിരിഞ്ഞു. കളിയുടെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും അവളുടെ കൈകളിൽ എത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ നിപ്പോൺ ഇന്നോവേഷൻസിന്റെ ഓഫീസിലെ അന്തരീക്ഷം പതിവിലും ശാന്തമായിരുന്നു. ആകാശം മേഘാവൃതമായിരുന്നെങ്കിലും മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. വലിയ ഗ്ലാസ് വാതിലുകൾ കടന്ന് അഞ്ജലി ഓഫീസിലേക്ക് പ്രവേശിച്ചപ്പോൾ ജീവനക്കാർ പതിവ് പോലെ അവളെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. അവളുടെ കണ്ണുകൾ ഫ്ലോറിലൂടെ അതിവേഗം സഞ്ചരിച്ച് VP ഓപ്പറേഷൻസ് ആയ സമീറിന്റെ ക്യാബിനിൽ ചെന്ന് നിന്നു. അയാൾ എന്തോ ഫയലുകൾ പരിശോധിക്കുന്ന തിരക്കിലായിരുന്നു. അഞ്ജലിയെ കണ്ടതും അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തിളങ്ങുന്ന പുഞ്ചിരിയോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് അഞ്ജലി മാം. ഗുഡ് മോർണിംഗ് സമീർ. പ്ലാൻ വിസിറ്റിംഗിന്റെ റിപ്പോർട്ടുകൾ ഉച്ചയ്ക്ക് മുമ്പ് എന്റെ ടേബിളിൽ എത്തിക്കണം. യാതൊരു ഭാവഭേദവുമില്ലാതെ വളരെ സ്വാഭാവികമായി അവൾ മറുപടി നൽകി. ഉള്ളിലെ ആളിക്കത്തുന്ന അഗ്നിപർവ്വതം അവരുടെ മുഖത്ത് തെല്ലും പ്രതിഫലിച്ചില്ല. തന്നോട് ഏറ്റവും വലിയ ചതി ചെയ്തവനെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയുക എന്നത് ഒരു ബിസിനസ്സുകാരി എന്ന നിലയിൽ അവൾ നേടിയെടുത്ത ഏറ്റവും വലിയ മാനസിക വളർച്ചയായിരുന്നു. തന്റെ ക്യാബിനിലേക്ക് കടന്നയുടനെ അവൾ വാതിലുകൾ ലോക്ക് ചെയ്തു. അവിടെ നേഹയും മായയും അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോരാളികളുടെ ഗൗരവം ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, അഞ്ജലി തന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. സമീർ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ടൈം ബോംബാണ്. അത് പൊട്ടുന്നതിന് മുൻപ് ആ ബോംബ് ഉപയോഗിച്ച് തന്നെ വിക്രം സിംഘാനിയുടെ സാമ്രാജ്യം നമുക്ക് തകർക്കണം. അതിനായി നമ്മൾ തയ്യാറാക്കുന്ന കെണിയുടെ പേരാണ് പ്രൊജക്ട് ഒഡീസി. നേഹ ആകാംക്ഷയോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു. അഞ്ജലി ലാപ്ടോപ്പിലെ വലിയ സ്ക്രീൻ ഓൺ ചെയ്തു. സ്ക്രീനിൽ യൂറോപ്പിലെ ഒരു വലിയ കെട്ടിടത്തിന്റെ ചിത്രവും ചില സങ്കീർണമായ ഡാറ്റകളും തെളിഞ്ഞു. എന്താണ് ഈ പ്രൊജക്ട് ഒഡീസി? നേഹ ചോദിച്ചു. ഇതൊരു പൂർണ്ണമായ മിഥ്യയാണ് നേഹ. കിഴക്കൻ യൂറോപ്പിലെ ഒരു ഡമ്മി കമ്പനിയായ സൈബർടെക് ഇന്നോവേഷൻസിനെ നിപ്പോൺ ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു വ്യാജരേഖ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രേഖകൾ പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യ ഈ കമ്പനിയുടെ കൈകളിലാണ്. ഇത് സ്വന്തമാക്കിയാൽ അടുത്ത 10 വർഷത്തേക്ക് ഏഷ്യൻ മാർക്കറ്റ് പൂർണ്ണമായും നമ്മുടെ സ്വന്തമാകും. മായ സംശയത്തോടെ ചോദിച്ചു. മാം, പക്ഷേ ഈ ഡമ്മി കമ്പനി വിക്രം സിംഘാനിയെ സ്വന്തമാക്കിയാൽ അയാൾക്ക് എന്താണ് നഷ്ടം? അഞ്ജലിയുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ സ്ക്രീനിലെ അടുത്ത സ്ലൈഡിലേക്ക് മാറി. അവിടെയാണ് ട്വിസ്റ്റ്. ഈ സൈബർടെക് എന്ന കമ്പനി ഇന്റർപോളിന്റെയും യൂറോപ്യൻ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെയും കർശന നിരീക്ഷണത്തിലുള്ള ഒരു കരിമ്പട്ടികയിൽപ്പെട്ട സ്ഥാപനമാണ്. നിയമവിരുദ്ധമായ ആയുധ ഇടപാടുകൾക്ക് ഫണ്ട് കൈമാറ്റം ചെയ്യുന്ന ഒരു ഷെൽ കമ്പനിയാണിത്. വിക്രം സിംഘാനിയ വാൻഗാർഡ് ഡൈനാമിക്സിന്റെ പേരിലുള്ള തന്റെ സകല അനധികൃത സമ്പാദ്യങ്ങളും ഉപയോഗിച്ച് ഈ കമ്പനിയെ നമ്മളെക്കാൾ മുൻപ് ലേലത്തിൽ പിടിക്കാൻ ശ്രമിക്കും. അയാൾ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ നിമിഷം ഇന്റർനാഷണൽ മണി ലോണ്ടറിംഗ് നിയമപ്രകാരം അയാളുടെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യപ്പെടും. അയാൾ എന്നേക്കുമായി തീരും. നേഹയും മായയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അഞ്ജലിയുടെ ബുദ്ധി ഒരു ചതുരംഗത്തിലെ ഗ്രാൻഡ് മാസ്റ്ററെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ശത്രുവിനെ നിയമത്തിന്റെ കുരുക്കിലേക്ക് തള്ളിയിടുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. ഉച്ച കഴിഞ്ഞപ്പോൾ അഞ്ജലി സമീറിനെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ക്യാബിനിലെ ലൈറ്റുകൾ അല്പം മങ്ങിയതായിരുന്നു. മേശപ്പുറത്ത് ഒരു റെഡ് ഫോൾഡർ ഇരിപ്പുണ്ടായിരുന്നു. സമീർ അകത്തേക്ക് കയറുമ്പോൾ അഞ്ജലി വളരെ അസ്വസ്ഥയാണെന്ന് വരുത്തി തീർത്തു. ഇരിക്കൂ സമീർ. അഞ്ജലി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥ പ്രൊജക്ട് നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണത്തിലാണ് മിസ്റ്റർ തനക. നിപ്പോൺ ഇന്നോവേഷൻസിന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അതുകൊണ്ട് ജപ്പാനിൽ നിന്നുള്ള ഹൈക്കമാൻഡ് എനിക്ക് നേരിട്ട് കൈമാറിയ ഒരു ഫയലാണിത്, പ്രൊജക്ട് ഒഡീസി. സമീറിന്റെ കണ്ണുകൾ ആ ചുവന്ന ഫോൾഡറിലേക്ക് നീണ്ടു. അയാളുടെ ഉള്ളിലെ അത്യാഗ്രഹം ഉണരുന്നത് അഞ്ജലിക്ക് കാണാമായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഭാവി ഇതിലാണ് സമീർ. ഈ ഡീൽ സക്സസ് ആയാൽ ഒരുപക്ഷെ നിങ്ങളെ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ CEO ആയി ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തനകയോട് ആവശ്യപ്പെടും. അഞ്ജലി തന്റെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട് ഇറക്കി. പക്ഷെ ഇത് അതീവ രഹസ്യമാണ്. ഫിനാൻസ് ഹെഡ് പോലും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ മുഴുവൻ നടത്തിപ്പ് ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഈ കമ്പനിയിൽ ഏറ്റവും വിശ്വാസം നിങ്ങളെ മാത്രമാണ് സമീർ. ഒരു കുറ്റവാളിയുടെ നെഞ്ചിടിപ്പോടെ സമീർ ആ ഫയൽ ഏറ്റുവാങ്ങി. മാം, എന്നെ വിശ്വസിക്കാം. ഞാൻ എന്റെ ജീവൻ കൊടുത്തും ഈ പ്രൊജക്ട് വിജയിപ്പിക്കും. അയാൾ അഭിനയിച്ചു തകർത്തു. അന്ന് രാത്രി ദുബായിലെ ഒരു ആഡംബര ഹോട്ടൽ മുറിയിൽ ഇരുന്ന് വിക്രം സിംഘാനിയ തന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി അട്ടഹസിക്കുകയായിരുന്നു. സമീർ അയച്ചു കൊടുത്ത പ്രൊജക്ട് ഒഡീസിയുടെ ഫയലുകൾ അയാളുടെ മുൻപിലുണ്ടായിരുന്നു. വിഡ്ഢി. ആ അഞ്ജലി വെറും ഒരു വിഡ്ഢിയാണ്. വിക്രം തന്റെ കയ്യിലിരുന്ന വിസ്കി ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് പറഞ്ഞു. ഇത്രയും വലിയൊരു സ്വർണ്ണഖനിയെ കുറിച്ചുള്ള വിവരം അവൾ എന്റെ വിശ്വസ്തന്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഈ കമ്പനിയെ നിപ്പോൺ ഗ്രൂപ്പ് വാങ്ങുന്നതിന് മുൻപ് ഞാൻ വാങ്ങും. എന്റെ വാൻഗാർഡ് ഡൈനാമിക്സിന്റെ മുഴുവൻ പണവും ഞാൻ ഇതിൽ നിക്ഷേപിക്കാൻ പോവുകയാണ്. തന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ അയാൾ ഉടൻ തന്നെ ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകി. നമ്മുടെ എല്ലാ രഹസ്യ അക്കൗണ്ടുകളിലെയും പണം സ്വരൂപിച്ച് എത്രയും പെട്ടെന്ന് സൈബർടെക് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക. നിപ്പോൺ വഹിക്കുന്ന ലേലത്തുകയേക്കാൾ 10 മടങ്ങ് കൂടുതൽ നമ്മൾ കൊടുക്കും. ഈ ഡീലോടെ അഞ്ജലിയുടെ കമ്പനി പൂട്ടും. നിപ്പോൺ വഹിക്കുന്ന ലേലത്തുകയേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കും. ഈ ഡീലോടെ അഞ്ജലിയുടെ കമ്പനി പൂട്ടും. ഇതേ സമയം ഡൽഹിയിലെ തന്റെ ഫ്ളാറ്റിൽ ഇരുന്ന് മായ അഞ്ജലിക്ക് മെസ്സേജ് അയച്ചു. മാം, ചൂണ്ടയിൽ ഇര കൊത്തിയിട്ടുണ്ട്.
വാൻഗാർഡിന്റെ അക്കൗണ്ടുകളിൽ നിന്നും വലിയ തോതിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ യൂറോപ്പിലെ ആ ഡമ്മി കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അഞ്ജലി. അവളുടെ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി അവൾ ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു. കൊടുങ്കാറ്റടങ്ങാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് വിക്രം തന്നെ പഠിപ്പിച്ച അതേ പാഠം അവൾ അയാൾക്ക് തിരികെ നൽകാൻ പോവുകയാണ്. അപമാനത്തിന്റെയും പരാജയത്തിന്റെയും കൈപ്പേറിയ പാഠം. ആ വലിയ മഴത്തുള്ളികൾ നഗരത്തിലെ സകല മാലിന്യങ്ങളെയും കഴുകിക്കളയുന്നത് അവൾ ശാന്തമായി നോക്കി നിന്നു. കളിയുടെ അവസാനാധ്യായം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ദുബായിലെ പാം ജുമറയിലുള്ള ആഡംബര ഹോട്ടലിന്റെ പെന്റ് ഹൗസിൽ അന്ന് ആഘോഷത്തിന്റെ രാത്രിയായിരുന്നു. ദുബായ് നഗരത്തിന്റെ വർണ്ണശബളമായ രാത്രി കാഴ്ചകളിലേക്ക് നോക്കി വിക്രം സിംഘാനിയ തന്റെ കയ്യിലിരുന്ന വില കൂടിയ ഫ്രഞ്ച് ഷാമ്പയിൻ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. അയാളുടെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അയാളുടെ ലാപ്ടോപ്പിൽ വിജയത്തിന്റെ കണക്കുകൾ മാത്രമാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത്. വാൻഗാർഡ് ഡൈനാമിക്സിന്റെ മുഴുവൻ സമ്പാദ്യവും കോടിക്കണക്കിന് രൂപ സൈബർടെക് ഇന്നോവേഷൻസിന്റെ അക്കൗണ്ടിലേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞിരുന്നു. നിപ്പോൺ ഗ്രൂപ്പിലെ ഏലത്തിൽ വെച്ച തുകയേക്കാൾ എത്രയോ മടങ്ങധികം. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അഞ്ജലിയുടെ കമ്പനി പരാജയത്തിന്റെ കൈപ്പുനീർ കുടിക്കുന്നത് കാണാൻ അയാൾക്ക് തിടുക്കമായി. എന്നാൽ ആ ഷാമ്പയിൻ ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ആ പെൻ ഹൗസിന്റെ വലിയ വാതിൽ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. അപ്രതീക്ഷിതമായ ആ ശബ്ദം കേട്ട് വിക്രം ഞെട്ടിത്തിരിഞ്ഞു. തോക്കുകളേന്തിയ ദുബായ് പോലീസിന്റെയും ഇന്റർപോൾ ഉദ്യോഗസ്ഥരുടെയും ഒരു വലിയ സംഘം ആ മുറിയിലേക്ക് ഇരച്ചു കയറി. വിക്രം സിംഘാനിയ, യു ആർ അണ്ടർ അറസ്റ്റ്, ഒരു ഇന്റർപോൾ ഉദ്യോഗസ്ഥൻ ഗാംഭീര്യത്തോടെ വിളിച്ചു പറഞ്ഞു. വാട്ട്? നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതാണ്. ഞാൻ ലീഗലായി ബിസിനസ് ചെയ്യുന്ന ആളാണ്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? വിക്രം പരിഭ്രാന്തിയോട് ചോദിച്ചു. അയാളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സൈബർടെക് ഇന്നോവേഷൻസ് എന്ന കമ്പനി ഒരു അന്താരാഷ്ട്ര തീവ്രവാദ ഫണ്ടിംഗ് നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. കഴിഞ്ഞ 2 വർഷമായി ഇന്റർപോളിന്റെയും യൂറോപ്യൻ എക്കണോമിക്സ് ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെയും നിരീക്ഷണത്തിലുള്ള ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയാണത്. ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നിയമവിരുദ്ധമായി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന് ഇന്റർനാഷണൽ മണി ലോണ്ടറിംഗ് നിയമപ്രകാരം നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബിനാമി കമ്പനിയായ വാൻഗാർഡ് ഡൈനാമിക്സ് പൂർണ്ണമായും സീൽ ചെയ്തു കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ട് വിക്രമിന്റെ തല കറങ്ങി. ചുറ്റുമുള്ള ലോകം വട്ടം കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. കാലുകളിൽ നിന്നും ജീവൻ ചോർന്നു പോകുന്നത് പോലെ അയാൾ ആ വില കൂടിയ കാർപ്പറ്റിലേക്ക് മുട്ടുകുത്തി വീണു. അഞ്ജലി, അവളുടെ പേര് അയാളുടെ മനസ്സിൽ ഒരു ഇടിമുഴക്കം പോലെ കടന്നു വന്നു. താൻ വീണ്ടും അവളുടെ ബുദ്ധിക്ക് മുന്നിൽ ദയനീയമായി തോൽക്കപ്പെട്ടിരിക്കുന്നു. അന്നൊരു ബോർഡ് റൂമിൽ വെച്ച് താൻ അപമാനിച്ചിറക്കി വിട്ട ആ പെൺകുട്ടി ഇന്ന് തന്റെ സാമ്രാജ്യത്തെ വേരോടെ പിഴുതെറിഞ്ഞിരിക്കുന്നു. ഇലങ്ങണീക്കപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളുടെ കണ്ണുകളിൽ അഹങ്കാരത്തിന് പകരം മരണഭയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂഡൽഹിയിലെ നിപ്പോൺ ഇന്നോവേഷൻസിന്റെ ഓഫീസ്. സമയം രാവിലെ 10 മണി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അഞ്ജലി തന്റെ ക്യാബിനിൽ വളരെ ശാന്തമായി ഇരിക്കുകയാണ്. അവളുടെ മുന്നിൽ നേഹയും മായയും ഉണ്ടായിരുന്നു. ഇന്റർകോമിലൂടെ അവൾ സമീറിനെ അവിടേക്ക് വിളിപ്പിച്ചു. യാതൊന്നും അറിയാതെ വിജയശ്രീലാളിതനായി ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചാണ് സമീർ ക്യാബിനിലേക്ക് കടന്നു വന്നത്. ഗുഡ് മോർണിംഗ് മാം. പ്രൊജക്ട് ഒഡീസിയുടെ അപ്ഡേറ്റ്സ്? അതിരിക്കട്ടെ സമീർ, അഞ്ജലി അയാളുടെ വാക്കുകൾ മുറിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ റിമോട്ട് എടുത്ത് ക്യാബിനിലെ വലിയ ടെലിവിഷൻ ഓൺ ചെയ്തു. അതിലൊരു ഇന്റർനാഷണൽ ന്യൂസ് ചാനലായിരുന്നു. ഇന്റർനാഷണൽ മണി ലോണ്ടറിംഗ് കേസിൽ ഇന്ത്യൻ വ്യവസായി വിക്രം സിംഘാനിയ ദുബായിൽ വെച്ച് ഇന്റർപോളിന്റെ പിടിയിലായി. കോടിക്കണക്കിന് രൂപയുടെ ബിനാമി നിക്ഷേപങ്ങൾ മരവിപ്പിച്ചു. വാർത്ത കണ്ട സമീറിന്റെ മുഖത്ത് ചോര വാർന്നുപോയി. അയാളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അഞ്ജലി കസേരയിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. സൈബർടെക് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ വെറുമൊരു സാങ്കല്പിക കമ്പനിയാണ് സമീർ. വിക്രം സിംഘാനിയെ കൊടുക്കാൻ ഞാനിട്ട ഒരു ചൂണ്ട. പക്ഷെ ആ ഇര വിഴുങ്ങിയത് അയാൾ മാത്രമല്ല. പണത്തിനോടുള്ള അത്യാർത്തി കാരണം സ്വന്തം സ്ഥാപനത്തെ ഒറ്റിക്കൊടുത്ത നിങ്ങളുമാണ്. ഇന്ദ്രപ്രസ്ഥ പ്രൊജക്ട് മുതൽ ഈ വ്യാജ പ്രൊജക്ട് വരെ നിങ്ങൾ ചോർത്തിയത് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സമീറിന്റെ കാലുകൾ വിറച്ചു. അയാൾ അഞ്ജലിയുടെ മുന്നിൽ കൈകൾ കൂപ്പി. മാം എന്നോട് ക്ഷമിക്കണം. വിക്രം സിംഘാനിയ എനിക്ക് ഒരുപാട് പണം ഓഫർ ചെയ്തു. എന്റെ തെറ്റ്. ചില തെറ്റുകൾക്ക് കോർപ്പറേറ്റ് ലോകത്ത് മാപ്പില്ല സമീർ, പ്രത്യേകിച്ച് വിശ്വാസവഞ്ചനയ്ക്ക്. അഞ്ജലിയുടെ ശബ്ദം കല്ലുപോലെ ഉറച്ചതായിരുന്നു. കോർപ്പറേറ്റ് ചാരവൃത്തിക്ക് നിങ്ങളുടെ പേരിൽ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. പോലീസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് ഔട്ട് മൈ ഓഫീസ്. തലകുനിച്ച് അപമാനഭാരത്തോടെ സമീർ പുറത്തേക്ക് നടക്കുമ്പോൾ അഞ്ജലി ദീർഘമായി ഒന്നുകൂടി നിശ്വസിച്ചു. കമ്പനിക്കുള്ളിലെ മാലിന്യവും ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ടോക്കിയോയിൽ നിന്ന് മിസ്റ്റർ ഹിരോഷി തനഗയുടെ കോൾ വന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അതിയായ സന്തോഷവും ബഹുമാനവും ഉണ്ടായിരുന്നു. അഞ്ജലി, യു ആർ എ ജീനിയസ്. ഒരു സിംഗിൾ മൂവിലൂടെ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ശത്രുവിനെയും കമ്പനിക്കുള്ളിലെ ചതിയനെയും നിങ്ങൾ ഇല്ലാതാക്കി. വാൻഗാർഡ് ഇല്ലാതായതോടെ നഷ്ടപ്പെട്ട ഇന്ദ്രപ്രസ്ഥ പ്രൊജക്ട് വീണ്ടും നമുക്ക് തന്നെ തിരികെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഈ ബ്രാഞ്ചിന്റെ സിഇഒ ആയി നിയമിക്കുന്ന കാര്യം ബോർഡ് അംഗീകരിച്ച വിവരം വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു മിസ്റ്റർ തനക, അഞ്ജലി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. ഫോൺ വെച്ച ശേഷം അഞ്ജലി തന്റെ സീറ്റിലിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി താൻ നടന്നു വന്ന വഴികളിലൂടെ അവളുടെ മനസ്സ് സഞ്ചരിച്ചു. അന്ന് 10 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ എല്ലാവർക്കും മുൻപിൽ അപമാനിതയായി കണ്ണീരോടെ നിന്ന ഒരു സാധാരണ പെൺകുട്ടി. അന്ന് അവൾക്ക് വേണമെങ്കിൽ ആ ജോലി ഉപേക്ഷിച്ച് ആ അപമാനവും സഹിച്ച് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാമായിരുന്നു.
പകരത്തിന് പകരം ചോദിക്കുമോ എന്ന ചോദ്യത്തിന് അവൾ നൽകിയ ഉത്തരം അവളുടെ കർമ്മത്തിലൂടെയായിരുന്നു. സത്യസന്ധതയും കഠിനാധ്വാനവും ആത്മാഭിമാനവും ഉണ്ടെങ്കിൽ ഏതൊരു കോർപ്പറേറ്റ് സാമ്രാജ്യത്തെയും വിറപ്പിക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിയുമെന്ന് അവൾ തെളിയിച്ചു. അവൾ തന്റെ ടേബിളിൽ ഇരുന്ന അച്ഛന്റെയും അമ്മയുടെയും അനുജത്തിയുടെയും ഫോട്ടോയിലേക്ക് നോക്കി. അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവർ ഇന്ന് ഏറെ അഭിമാനിക്കുന്നുണ്ടാകും. അവൾ ക്യാബിന്റെ ഗ്ലാസ് ജനാലകൾ തുറന്നു. പുറത്ത് ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആകാശം പൂർണ്ണമായും തെളിഞ്ഞിരുന്നു. ഇരുണ്ട മേഘങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. നഗരത്തിന്റെ നെറുകയിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ നോക്കി അവൾ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ഇനി ഭയമില്ല, തോൽവികളില്ല. വെളിച്ചം നിറഞ്ഞ ഒരു വലിയ സാമ്രാജ്യം അവൾക്ക് മുന്നിൽ ഇനിയും കീഴടക്കാൻ ബാക്കിയുണ്ടായിരുന്നു.